ഹലോ ഹായ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെത്തോലി മീനാണ്. നെത്തോലി മീൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാലും ഇവിടുത്തെ കുറച്ച് ഫ്രണ്ട്സിനൊന്നും അത്രയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനിതുണ്ടാക്കി കാണിക്കുന്നത്. പിന്നെ ഇതെങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കാണാം വീഡിയോ. ഇതാണ് നെത്തോലി മീൻ. ഇതിനാദ്യം നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം തലയും വാലും വയറും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈസിയാണിത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. മോളാണ് ഇന്ന് മുരിങ്ങയ്ക്കയും ടൊമാറ്റോ എല്ലാം കട്ട് ചെയ്ത് തന്നത് മീനിലിടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് തേങ്ങയൊക്കെ തിരുവാൻ തുടങ്ങി. തേങ്ങയ്ക്കൊക്കെ ഇപ്പം ഭയങ്കര റേറ്റാണ്. തേങ്ങ അരച്ചാലേ ഈ നെത്തോലി മീനിന് നല്ല ടേസ്റ്റ് വരുള്ളൂ. വേറുള്ള മീനിലെല്ലാം ഞാൻ കുറച്ച് തേങ്ങ അരയ്ക്കത്തുള്ളൂ, ഇതിന് മാത്രം നിറച്ച് അരയ്ക്കും തേങ്ങ. ഇപ്പോൾ നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നാട്ടിലെ പോലെ ഫ്രഷ് ആയിട്ടുള്ള അത്രയും ഫ്രഷ് എന്ന് പറയാൻ പറ്റത്തില്ല, ഈ ഒരു ഫ്രഷിലേ ഇവിടെയൊക്കെ കിട്ടുള്ളൂ. എന്നിട്ട് ഇതിൽ ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണ്: തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 സ്പൂണും ആവാം എരിവില്ലാത്തതാണെങ്കിൽ. എരിവുള്ളതാണെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ആവശ്യത്തിന് മല്ലിപ്പൊടി. ഇത്രയും ഒരു 2 കഷ്ണം ഉള്ളിയും കൂടെ വേണം, ചെറിയ ഉള്ളി 2-3 പീസ്. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ മീനിലിടാൻ വേണ്ടിയിട്ടാണ് മുരിങ്ങയ്ക്കയും ടൊമാറ്റോ എടുത്തിട്ടുള്ളത്. ഇത്രയും കൂടെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. പിന്നെ ഇതിലോട്ട് ഉള്ളിയും കൂടെ ഇടണം. പിന്നെ ആവശ്യത്തിന് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് ചേർത്തിട്ട് കൂടെ അരച്ചെടുക്കാം. നല്ല വെള്ളം, പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്, ചൂടുവെള്ളമല്ല. ഈ മീനിൽ, നേരത്തെ കാണിച്ച മീനിലെല്ലാം ഞാൻ ഉലുവ കൂടെ അരയ്ക്കുന്നുണ്ട്. ഇതിൽ ഉലുവ അരയ്ക്കത്തില്ല, ഇത് പച്ചയ്ക്ക് അരയ്ക്കുന്നതുകൊണ്ട് ഉലുവ അരയ്ക്കാത്ത. ബാക്കിയുള്ളതിൽ മല്ലിപ്പൊടി മുളക് പൊടിയും കൂടെ വറുത്തിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. ഇതങ്ങനെ വറക്കുന്നില്ല. ഇതാ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മീനിലോട്ട് ഒഴിക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കഴുകിയും കൂടെ മിക്സിയിലുള്ളതെല്ലാം എടുക്കണം. കുറച്ച് ടൊമാറ്റോ, പച്ചമുളക്, മുരിങ്ങയ്ക്കയില ഇടണം. ഇന്ന് പച്ചമുളക് കിട്ടാത്തതുകൊണ്ട് അതിലിടാത്ത. നല്ലവണ്ണം ഒഴിച്ചിട്ട് ഇനി അടുത്ത് ഇടേണ്ടത് കുറച്ച് പുളിയാണ്. പുളി കുറച്ച് പിഴിഞ്ഞ് കുറച്ച് മുന്നേ വെച്ചിട്ടുണ്ട്, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനൊന്ന് നല്ലവണ്ണം പിഴിഞ്ഞ് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ പിഴി പുളിയാണ് യൂസ് ചെയ്യണത്, കുടംപുളി യൂസ് ചെയ്യാറില്ല. ഇനി ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് കലക്കി വയ്ക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ മാത്രം കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി മസാല എല്ലായിടവും ആയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ ഇതൊന്ന് നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നല്ല ഒന്ന് കുറുകി വരുന്ന പരുവം വരെ എടുക്കണം. അധികം ടൈറ്റും വേണ്ട, അധികം ലൂസ് വേണ്ട, ആ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ. ലാസ്റ്റ് നല്ല കുറുകി വരുന്ന സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഞാൻ തേങ്ങ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന്, പിന്നെ സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല, മീൻ പൊടിഞ്ഞു പോകും. ഇത് കുഞ്ഞു മീനായതുകൊണ്ട് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാനൊരു തുണി വെച്ച് പിടിച്ച് കറക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നല്ലവണ്ണം ഒന്ന് കുലുക്കി വെച്ച് കൊടുക്കണം. എപ്പോഴും നല്ല സെറ്റായി പരുവായി വന്നിട്ടുണ്ട്. ഇത് ചൂട് കപ്പയും ചോറും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.